അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ 20ാമത്തെ രാവിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. നാളെ 20ാമത്തെ ദിവസമാണ്, 20ാമത്തെ പകലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറുകളും ബറകാത്തുകളും ഏറ്റമേറ്റം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് കടത്തിൽ കഴിയുന്നു, രോഗങ്ങളിൽ പ്രതിസന്ധിയിൽ കഴിയുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നു, വെന്റിലേറ്ററിലാണ്, ഐസിയുലാണ്. അങ്ങനെ 100,000 ആളുകളാണ് ദുആ വസിയത്തുകൾ ഒരുപാട് കണ്ടു പറയുന്നത്. അല്ലാഹു തആല എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായ ശിഫാ കൊടുക്കുമാറാവട്ടെ. ആഫിയത്തും ആരോഗ്യവും അല്ലാഹു തആല നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ദിക്റുകളാണ് നമ്മൾ ചൊല്ലുന്നത്. ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഈ 4 വരി ബൈത്ത്, ഇതൊരു ദുആയാണ്, ഇതൊരു ദിക്റാണ്, അതുപോലെ തന്നെ ഇത് വല്ലാത്ത തൗബയുടെ വചനമാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും? അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ ഞാൻ ഒരു നന്മയും ചെയ്തിട്ടില്ല, എന്നാൽ നരകത്തിൽ കടക്കാനുള്ള എനിക്കൊരു ത്രാണിയുമില്ല. അല്ലാഹുവേ, നിന്റെ ഓശാരം കൊണ്ട് നീ എനിക്ക് തൗബ തരണേ അല്ലാ, എൻ്റെ ഇസ്തിഗ്ഫാർ സ്വീകരിക്കണേ അല്ലാ, എനിക്ക് സ്വർഗം തരണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ എന്നൊക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിലർത്ഥം. നമുക്കൊന്ന് ആ ബൈത്ത് പാടിയാലോ? എല്ലാവരും ഒന്നിച്ചു പാടിക്കോ. വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ഇത് പ്രത്യേകമായി പറയൽ നല്ലതാണെന്ന് ഒരുപാട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഇത് പരമാവധി നമുക്ക് പറയാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പറഞ്ഞോ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا
ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സുന്ദരമായ വാക്കുണ്ട്. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് മഹാനവറുകളെ പ്രവേശിപ്പിക്കപ്പെട്ട സമയത്ത് മഹാനവറുകൾ പറഞ്ഞ ദിക്റാണ് അല്ലേ, അള്ളാഹുവേ എനിക്ക് നീ മതി, നീ അല്ലാതെ വേറെ ആരും വേണ്ട, അള്ളാഹുവാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നവൻ എന്ന് വളരെ സത്യസന്ധമായ ആത്മാർത്ഥതയുള്ള വാക്കായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്. ആ ദിക്ർ, ആ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇബ്രാഹിം നബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ചൊല്ലിക്കും ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ حسبنا الله ونعم الوكيل نعم المولى ونعم النصير 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 حسبنا الله ونعم الوكيل نعم المولى ونعم النصير. സ്വർഗത്തിന്റെ താക്കോലെന്നും അതുപോലെ തന്നെ മരണസമയത്ത് ഒരു മനുഷ്യൻ എന്തായാലും അവൻ പറഞ്ഞിരിക്കേണ്ട, അവൻ പറഞ്ഞാൽ അവർക്ക് സ്വർഗം വാജിബാകുന്ന നിർബന്ധമാകുന്ന ഒരേ ഒരു ദിക്ർ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ നമുക്ക് മനസാന്നിധ്യത്തോടെ കുറച്ചു വട്ടം പറയണം.
അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് ഈ ദിക്ർ പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. എങ്ങനെയാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക, എവിടെയാണ് മരിക്കുക ഒന്നും അറിയില്ല. എന്തായാലും നമ്മൾ മരിക്കുന്ന സമയത്ത് നല്ല മരണം അള്ളാഹുവെ തരണേ എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാ നല്ലവണ്ണം ദിക്ർ പറഞ്ഞോ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരു ദിക്ർ മുറുകെ പിടിക്കാനും ഇതനുസരിച്ച് ജീവിക്കാനും ഈ ദിക്ർ പറഞ്ഞ് മരിക്കാനും അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്തിഗ്ഫാർ നമുക്കൊന്ന് പറഞ്ഞാലോ. ഒരുപാട് നേട്ടങ്ങളുള്ള ഒരുപാട് ഇസ്തിഗ്ഫാർ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോവുകയാണ്. അല്ലാഹു തആല ഈ ഇസ്തിഗ്ഫാർ പറയുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരട്ടെ, രോഗങ്ങൾക്ക് ശിഫാ തരട്ടെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരട്ടെ, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി അല്ലാഹു തുറന്നു തരട്ടെ, കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക്. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക്.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക 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 എല്ലാ കഴിവുകളും എല്ലാ ശക്തിയും അല്ലാഹുവേ നിനക്കാണ്. ഞങ്ങൾക്കൊരു കഴിവുമില്ല, ഞങ്ങൾക്കൊരു ശക്തിയുമില്ല. നീയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അല്ലാഹുവിലേക്ക് തവക്കുലാക്കുന്ന ചില വചനങ്ങളുണ്ട്, നമുക്കതൊന്ന് പറയാം. അല്ലാഹു തആല നമ്മുടെ ഈ വചനങ്ങൾ പറയുന്നത് കൊണ്ട്, വാക്കുകൾ പറയുന്നത് കൊണ്ട്, ഈ ദിക്റുകൾ ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധികളും സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ചൊല്ലിക്കോ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത
قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الله سبحانه وتعالى നമ്മുടെ ദിക്റും സ്വലാത്തും തസ്ബീഹും അള്ളാഹുവിൻ്റെ പുണ്യമായ ഇസ്മും എല്ലാം നമ്മൾ പറഞ്ഞത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതിന് ഓരോ ദിക്റിനും ഓരോ സ്വലാത്തിനും ഒക്കെ വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്. അത് മുഴുവനും അള്ളാഹു തആല നമുക്ക് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കിനി സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ഓതി ഒരുപാട് പേര് പ്രത്യേകം ഉസ്താദ് പേരെടുത്ത് പറഞ്ഞു ദുആരക്കണേ, എൻ്റെ കാര്യം ഓർക്കണേ എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിലായി ദുആരക്കുകയാണ്. പേര് തൽക്കാലം ആരുടെയും പറയുന്നില്ല. എല്ലാം അള്ളാഹു അറിയുന്നവനാണ് അല്ലാഹു തആല. എല്ലാവരുടെയും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാ രോഗങ്ങളും അല്ലാഹു തആല മാറ്റി ഖൈറും ബറക്കത്തും നമുക്ക് എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതി ദുആരക്കാം. ഇലാ ഹളറത്തി നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി വൽ ഫദ്ലി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. അർഹമുർ റഹീമീനായ കരുണയുള്ള രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റും സ്വലാത്തും തസ്ബീഹാത്തുകളും വിശുദ്ധമായ ഖുർആൻ പാരായണവും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഓതിയതിലും പറഞ്ഞതിലും എന്തെങ്കിലും അബദ്ധങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, തെറ്റുകൾ ചെയ്തു പോയവരാണ്. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഒറ്റക്കും കൂട്ടായും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവിന് ഞങ്ങൾ പാപങ്ങൾ ചെയ്യില്ല അല്ലാഹ്. അല്ലാഹു, ഇത് ഞങ്ങളുടെ തൗബയാണ്, തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, സന്താനങ്ങള്, കൂട്ടുകാര്, നാട്ടുകാര്, സഹോദരിമാര്, സഹോദരങ്ങള്, ലോക മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ
കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അവരോടൊപ്പം ഞങ്ങളെയും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നീ തരണേ അല്ലാ. അല്ലാഹുവേ സദസ്സ് നീ ഖബൂലാക്കണേ അല്ലാ. ഈ ആമീൻ പറയുന്ന വാപ്പമാരെ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് നീ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരന്മാർ, ഈ ആമീൻ പറയുന്ന വാപ്പമാർ, അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളുടെ ഭർത്താക്കന്മാർ, അവരൊക്കെ ചെയ്യുന്ന ജോലികളിൽ നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ആരോഗ്യം കൊടുക്കണേ അല്ലാ. സമ്പത്തിൽ വിശാലത കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ സദസ്സിൽ ആമീൻ പറയുന്ന പാവപ്പെട്ട ഞങ്ങളുടെ ഉമ്മമാരുണ്ട്, ഞങ്ങളുടെ സഹോദരിമാര്, എല്ലാവർക്കും നീ ബറക്കത്തും സലാമത്തും കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ അവരൊക്കെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചവരാണ്, ഒരുപാട് സങ്കടങ്ങൾ ഏറ്റവരാണ്. ഇനി നീ അവരെ വിഷമിപ്പിക്കല്ലേ അല്ലാ. അവർക്ക് നീ ഖൈറും ബറക്കത്തും ഏറ്റമേറ്റം കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കി വളർത്തണേ അല്ലാ. വഴിതെറ്റുന്ന കാലമാണ്, കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ അവധിക്കാലമാണ്, എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബാത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് നല്ല ഖൈറായ ജോലി പ്രദാനിക്കണേ റഹ്മാനെ. അല്ലാഹുവേ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറയുന്നത്. എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാ. സുഖമില്ലാതെ അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളിൽ കഴിയുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, ICUയിൽ കഴിയുന്നവര്, വെന്റിലേറ്ററിൽ കഴിയുന്നവര്, അതുപോലെ തന്നെ ഓപ്പറേഷന് വിധേയമാകുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് കിടക്കുന്നവർ, അതുപോലെ പല ടെസ്റ്റുകളും ചെയ്ത് റിസൾട്ടുകൾ കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറുകൾ കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ എല്ലാവരുടെയും ശിഫാ കൊടുക്കണേ റഹ്മാനെ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും ഞങ്ങളെയും നീ എല്ലാവിധ ആപത്തുകളെ തൊട്ട് മുസീബാത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫാ പ്രദാനിക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങൾക്ക് ഈമാനുള്ള ജീവിതം തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ, ഇസ്തിഖാമത്ത് തരണേ അല്ലാ, ഹിദായത്ത് തരണേ അല്ലാ. എപ്പോഴാണെങ്കിലും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ പറഞ്ഞു മരിക്കാനുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളുടെ നാടുകളിൽ നീ ഐശ്വര്യം തരണേ അല്ലാ. ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് നീ കരുണ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല വിധത്തിലുള്ള നല്ല രൂപത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ഖൈറായ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ നാടുകളിൽ നീ ഐശ്വര്യം തരണേ അല്ലാ, മത സാഹോദര്യം തരണേ അല്ലാ, മനുഷ്യ സ്നേഹം നിലനിർത്തണേ അല്ലാ. വർഗീയത വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. പ്രശ്നങ്ങൾ ഫിത്നകൾ വരുന്നതിനെ തൊട്ട് ഞങ്ങളുടെ നാടിനെയും നാട്ടുകാരെയും നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ലോക മുഅ്മിനീങ്ങൾക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളായ സഹോദരന്മാരുൾപ്പെടെ ലോകത്ത് ആരെല്ലാം പ്രതിസന്ധിയിലായോ എല്ലാവർക്കും നീ സമാധാനവും ഐശ്വര്യവും എല്ലാവിധ ഖൈറുകളും ബറക്കാത്തുകളും നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ നീ സലാമത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഐശ്വര്യം നിലനിർത്തി തരണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അല്ലാഹുവേ, എല്ലാവർക്കും യാത്ര നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അവിടെ ചെന്ന് സുന്ദരമായ റാഹത്താകുന്ന നിലയിൽ ഹജ്ജിന്റെ ഉംറയുടെ സിയാറത്തിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ അവർക്കും ഭാവിയിൽ ഞങ്ങൾക്കും നീ തൗഫീഖ് തരണേ അല്ലാ. ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. ഈ ആമീൻ പറയുന്നവരെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. ഈ മജ്ലിസൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അല്ലാഹു എല്ലാവർക്കും ഖൈറുകൾ പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.